ആൻറ്റി റേബീസ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്തിനാണ്? നമ്മൾ വളർത്തുന്ന നമ്മുടെ പെറ്റ്സ് അത് ഇതുപോലുള്ള ഒരു ചെറിയ ടോയ് ബ്രീഡ് ആകാം, അല്ലെങ്കിൽ വലിയ ശൗര്യമുള്ള റോട്ട് വീലർ, ജർമ്മൻ ഷെപ്പേർഡൊക്കെ ആകാം. റോട്ട് വീലർ, ജർമ്മൻ ഷെപ്പേർഡ് മുതലായവ ഒരു അപരിചിതനെ ഒരുപക്ഷെ കടിച്ചേക്കാം. അയാളൊരു കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. നമ്മളുടെ പെറ്റ്സിന്, പ്രത്യേകിച്ച് നമ്മുടെ ലാർജ് ബ്രീഡ്സിന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റൊക്കെ നിർബന്ധമാണ്. കാരണം വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആരാണ് തരുന്നത്? ഈ നമ്മുടെ പെറ്റിന് വാക്സിനേഷൻ എടുക്കുന്നത് ഒരു ക്വാളിഫൈഡ് ഡോക്ടർ തന്നെ ആയിരിക്കണം, ബിരുദമുള്ള ഒരു ക്വാളിഫൈഡ് ഡോക്ടർ തന്നെ ആയിരിക്കണം എന്ന് SPCA നിയമങ്ങൾ നിഷ്കർഷിക്കുന്നു. അതുപോലെ തന്നെ ഒരു വാക്സിനേഷൻ 364 ദിവസം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. 365 ദിവസം അടുത്ത വാക്സിൻ എടുത്തിരിക്കണം. ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ഡോക്ടർ നിർബന്ധമായും കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റിൽ ഡോഗിൻ്റെ നിയമപരമായിട്ടുള്ള ഓണർ ആരാണോ അദ്ദേഹത്തിൻ്റെ പേരും അഡ്രസ്സും നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. നിയമപരമായിട്ടുള്ള ഓണർ എന്ന് പറഞ്ഞാൽ ഡോഗ് ഏത് വീട്ടിലാണോ നിൽക്കുന്നത് ആ വീടിൻ്റെ കരമടച്ച രസീതിൽ ആരുടെ പേരാണുള്ളത് അദ്ദേഹമായിരിക്കണം അതിൻ്റെ നിയമപരമായിട്ടുള്ള ഓണർ. എങ്കിൽ മാത്രമേ ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ അതിന് നിയമസാധുത ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഡോഗിൻ്റെ ഡീറ്റെയിൽസ്, ഡോഗിൻ്റെ ബ്രീഡ്, ഏജ്, സെക്സ്, കളർ, ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഇത്രയും നിർബന്ധമായിട്ടും ആ ഡോക്ടർ എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ആ ഡോഗിനെ വാക്സിനേറ്റ് ചെയ്ത തീയതി, അതുപോലെ തന്നെ ആ വാക്സിൻ എന്ത് വാക്സിനാണ് എടുത്തതെന്ന് വാക്സിൻ്റെ സ്റ്റിക്കർ, അതിൽ ബാച്ച് നമ്പറും എക്സ്പയറി ഡേറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡ്യൂ ഡേറ്റ് ഓഫ് വാക്സിനേഷൻ, അടുത്ത വാക്സിനേഷൻ്റെ ഡേറ്റ് അതിൽ നിർബന്ധമായിട്ട് എഴുതിയിരിക്കണം. ഡോക്ടറുടെ ഡേറ്റ് ഇട്ട കയ്യൊപ്പ് നിർബന്ധമായിട്ടും വേണം. പ്ലസ് അതിന് കീഴിൽ ഡോക്ടറുടെ പേരും ഡോക്ടറുടെ വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറും ഇതെല്ലാം നിർബന്ധമായിട്ടും വേണം. ഡോക്ടറുടെ പേരും വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറും ഡോക്ടറെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വാക്സിൻ ജെനുവിൻ ആണോ എന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്സിൻ്റെ സ്റ്റിക്കർ, അതിൽ ബാച്ച് നമ്പർ ഉണ്ടാവും. ഇത്രയുമൊക്കെയാണ് നിർബന്ധമായും ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും ഉൾപ്പെടുത്താത്ത ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിയമപരമായിട്ട് അസാധുവാണ്. യാതൊരു കാരണവശാലും ഇത് നിയമം അംഗീകരിക്കുന്നതല്ല. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുള്ളൂ. ഓർക്കുക, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ലൈസൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ആരുടെയെങ്കിലും ദേഹത്ത് ഇടിക്കുന്നതുകൊണ്ടും വരെ ഒരു കുഴപ്പമില്ല. ഇടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശനിദശ അന്ന് മുതൽ തുടങ്ങും എന്ന് പറഞ്ഞതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ആരെങ്കിലും കടിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും. വളരെ സൂക്ഷിക്കുക വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ.